ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം 6മായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതായത് ബിഗ് ബോസ് മലയാളം 6-നെതിരെയും എൻഡ്മോൾ ഷൈൻ ഇന്ത്യക്കെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും മോഹൻലാലിനെതിരെയും കേസിന് പോയിരിക്കുന്നു. 12ഓളം വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. DGPക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് പൊതു താല്പര്യാർത്ഥം അദ്ദേഹം നേരിട്ടാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പലരും ചിന്തിക്കുന്നുണ്ടാവും ജാസ്മിനും ഗബ്രിയൊക്കെ നടത്തുന്ന കേളികൾക്കെതിരെയായിരിക്കും പരാതിയെന്ന്. എന്നാൽ ആ കേളികൾക്കെതിരെ അല്ല, ഇവിടെ റോക്കിയും സിജോയും തമ്മിലുള്ള ഫൈറ്റുമായി ബന്ധപ്പെട്ടാണ് 12ഓളം വകുപ്പുകൾ ചുമത്തി പരാതി കൊടുത്തിരിക്കുന്നത്. DGPക്ക് നേരിട്ടാണ് FIR ഇടാൻ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് സിജോ എന്ന മത്സരാർത്ഥിയെ മൃഗീയമായ രീതിയിൽ ഷോയിൽ അടിക്കുകയും അത് പരസ്യമായി പ്രദർശിപ്പിക്കുകയും മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ സ്വകാര്യത കണക്കിലെടുക്കാതെ അത് പുറലോകത്തെത്തിക്കുകയും വ്യാപകമായി അത് വിറ്റഴിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പരാതി. മാത്രമല്ല ബിഗ് ബോസിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബിഗ് ബോസ് വയലേറ്റ് ചെയ്തിരിക്കുന്നു. പ്രധാനമായും അതിന് കാരണക്കാരൻ ശ്രീ മോഹൻലാലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ബിഗ് ബോസിൽ ഓഡീഷനിലെങ്ങാനും പോയി റിജക്റ്റ് ആകിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകൻ റിജക്റ്റ് ആയോ അങ്ങനെ എന്തെങ്കിലും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ ബിഗ് ബോസിനെതിരെ ഇദ്ദേഹം വലിയ രീതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. 6 പേജോളം അടങ്ങുന്ന വലിയൊരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. DGP നേരിട്ട് അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ ഷോ ഒന്നുകിൽ നിർത്തിവെക്കുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ന്യായീകരണം ചാനലിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ശ്രീ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുക എന്നൊക്കെയാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. എനിവേ ഈ ഒരു പരാതി കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഏഷ്യാനെറ്റിനെതിരെയോ അല്ലെങ്കിൽ എൻഡ്മോൾ ഷൈനോ മോഹൻലാലിനോ എതിരെ ഇദ്ദേഹത്തിന് നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഇദ്ദേഹത്തിന്റെ സമയം പാഴാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ സിജോയെ അടിച്ച ഈ ഒരു രീതി അത് വളരെ തെറ്റാണ്. ഇനി ഒരുപക്ഷെ അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പ്രേക്ഷകരോട് ഈ 24 hours കാണിക്കുന്ന ഷോയിൽ പ്രേക്ഷകരോട് എന്താണ് പറയുക? റോക്കി എന്തുകൊണ്ട് പുറത്തുപോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് റോക്കിയെ പുറത്താക്കിയെന്ന് ഒരു ന്യായീകരണം വേണ്ടേ? സോ അതുകൊണ്ട് ആ ഒരു ഭാഗം കാണിച്ചത് വലിയൊരു ബാധകമായി പോയെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇതിനു മുമ്പും പല ബിഗ് ബോസ് സീസണുകളിലും കയ്യാങ്കളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്രയും മാരകമായ രീതിയിൽ അടി ഉണ്ടായിട്ടില്ല. വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ് റോക്കി ചെയ്തത്. പക്ഷെ അത് പ്രദർശിപ്പിച്ച ചാനലിനെതിരെ കേസ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എനിവേ ഏഷ്യാനെറ്റിനും മോഹൻലാലിനും എൻഡ്മോൾ ഷൈൻ ഇന്ത്യക്കുമെതിരെ വലിയ രീതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന വ്യക്തി. ബിഗ് ബോസ് 6 മലയാളം എന്ന് പറയുന്ന ഈ ഒരു ഷോ താൽക്കാലികമായി അല്ലെങ്കിൽ പെർമനന്റ്ലി നിർത്തിവെക്കണമെന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. എനിവേ ഇദ്ദേഹത്തിന്റെ ഈ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.